ബിഗ് ബോസ് ഷോയ്ക്ക് മലയാളത്തിലും വലിയ ആരാധക പിൻബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഷോ തുടങ്ങുന്നതിന് മുൻപേ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ആകാംക്ഷ പലരും പങ്കുവയ്ക്കാറുണ്ട്. കാര്യമായ കണ്ടന്റ് കിട്ടാത്തതിൻ്റെ നിരാശയിലാണ് പ്രേക്ഷകർ. 5-ാം ദിവസമായിട്ടും തുടക്കം മുതലുള്ള വഴക്കുകൾ മാത്രമേ ഇപ്പോഴും പുറത്തുവിട്ടിട്ടുള്ളൂ. യുവാക്കളായ നിരവധി താരങ്ങളെ ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്നിട്ടും പലർക്കും മത്സരം എന്താണെന്ന് പോലും ബോധ്യമായിട്ടില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അത്തരത്തിൽ ബിഗ് ബോസ് പ്രേമികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. പുറത്തു നല്ലൊരു കണ്ടന്റ് പോകുന്നതിന് വേണ്ടി ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളെക്കുറിച്ച് ആരാധകർ എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ്. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം സെലക്ഷനാണ് സീസൺ 6-ൽ നടന്നിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. എവിടെയൊക്കെയോ കിടന്ന കുറേ എണ്ണത്തിനെ പിടിച്ച് പൂട്ടിയിട്ട അവസ്ഥയായി. എത്രയോ നല്ല പിള്ളേരുണ്ട് പുറത്ത്. ഇത് കോമണേഴ്സ് അടക്കം ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുത്ത് കയറിപ്പറ്റിയ പോലെ തോന്നുന്നു. 3 ദിവസത്തിനുള്ളിൽ ഹൗസിൽ പ്രേക്ഷകർക്ക് വേണ്ട എന്തെങ്കിലും ഒരു കണ്ടന്റ് എല്ലാ സീസണിലും കിട്ടാറുണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ടുള്ള വഴക്കുകളും പ്രേമനാടകവും മാത്രം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. പവർ ടീം എന്ന് പറഞ്ഞ് കുറെ ചളുക്കുകളുടെ വെറുപ്പിക്കൽ പട്ടി ഷോ വേറെയും. സീസൺ 6 അസഹനീയം. മനസ്സില്ലാ മനസ്സോടെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് നിലവിൽ രതീഷ് കുമാറിനെയാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന കണക്ക് ചളിയാണെങ്കിലും വെറുപ്പിലാണെങ്കിലും തോൽവിയാണെങ്കിലും ചുമ്മാ എന്തെങ്കിലും കണ്ടന്റ് പ്രേക്ഷകന് അയാൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മരുന്നിന് പോലും ബാക്കി ഒരെണ്ണം പോലും ഇല്ല എന്നതാണ് സീസൺ 6-ന്റെ ശാപം. 3 ആഴ്ച കൂടി നോക്കാം, എന്തേലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന്. മുൻ കഴിഞ്ഞ സീസണുകളിൽ ഡേ 1 തൊട്ട് നിറഞ്ഞാടി പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ കണ്ടൻസിനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നാണ് ഒരാൾ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. ഇതിന് താഴെ മത്സരാർത്ഥികളെക്കുറിച്ച് നിരവധി കമൻറ്റുകളാണ് വരുന്നത്. രതീഷാണ് എന്തെങ്കിലും കണ്ടന്റ് തരുന്നത്. ആള് കുറച്ച് ഓവറായി ജോക്കർ ടൈപ്പ് പ്ലേ ആണെങ്കിലും ചിരിക്കാനൊക്കെ കണ്ടന്റ് തരുന്നത് അയാൾ മാത്രമാണ്. എല്ലാ സീസണും മുടങ്ങാതെ കാണുന്നതാണ്. എന്നിട്ടും ഈ സീസൺ കാണാൻ തോന്നുന്നില്ല. ആവശ്യമില്ലാതെ എല്ലാവരും ഓവറാവുകയാണ്. ഒരു ആത്മാർത്ഥ സ്നേഹം പോലും അതിലില്ല. ആർക്കും ആരോടുമില്ല. മത്സരിക്കാൻ വന്നതാണ്, എന്നാലും മാനുഷികമായൊരു പരിഗണന പോലും ഇല്ല. വളരെ നിലവാരം കുറഞ്ഞ ഒരു സീസണായിപ്പോയി. ഇത് കഴിഞ്ഞ സീസണിൽ ഉള്ളവരെ പോലെ അനുകരിക്കുകയാണ്. രതീഷിൻ്റെ അലറൽ ഇല്ലായിരുന്നേൽ അവർ പിന്നെയും വേറെ കണ്ടന്റ് ഉണ്ടാക്കിയേനെ. ഉള്ള ടൈം മുഴുവൻ ഇയാളോട് തർക്കിച്ചു പോവുകയാണ്. ചുമ്മാ അനാവശ്യ കാര്യങ്ങൾ കലറിയാൽ അത് കണ്ടന്റ് ആവില്ല. നല്ല കണ്ടന്റ് ഉണ്ടാവണേൽ ആദ്യം രതീഷ് പുറത്തു പോകണം. എന്നാലല്ലേ ബാക്കിയുള്ളവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവൂ. ഇത് ഈ പൊട്ടൻ്റെ ഫേക്ക് വഴക്കുകളിൽ എല്ലാവരും ആയി പോവുകയാണ്. ആ രതീഷ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയേനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പവർ ഹൗസ് എന്ന് പറഞ്ഞ് പവർ കിട്ടിയിട്ട് കുറേ എണ്ണം കാണിക്കുന്ന അഭ്യാസം ആണ് ചിരി വരുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുക, പഴയ ജാതീയ വ്യവസ്ഥയിൽ കാണുന്ന ഒരാളെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നത് പോലെ, നാടുകടത്തൽ, ഊരുവിലക്ക് പോലെ ഒരാളെ കൂട്ടത്തിൽ നിന്നും മാറ്റി ഒറ്റയ്ക്കാക്കി പുറത്തു കൊണ്ടിരുത്തുക. ഒരു പവർ കിട്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ആണിതൊക്കെ. പിന്നെ മലയാളം നേരെ ചുവേ അറിയാത്ത ആളുകളെ പിടിച്ചിട്ടപ്പോൾ തന്നെ ശോകമായി. രതീഷ് അണ്ണനും മസിൽമാൻ ജിൻഡോ സാറും ഉള്ളതുകൊണ്ട് അത്യാവശ്യം കോമഡി എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് കാണുന്നു. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ.